നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഗൾഫ് രാഷ്ട്രങ്ങളിൽ കൊറോണ വ്യാപനം നിയന്ത്രണാതീതമായി തന്നെ തുടരുകയാണ്. എന്നാൽ തന്നെയും പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഒരു പടി മുന്നിൽ തന്നെയാണ് ഓരോ രാഷ്ട്രവും. കൂടുതൽ മികവോടെ ഓരോ പ്രവർത്തനങ്ങൾ നടന്നു വരുമ്പോഴും മരണനിരക്ക് വർദ്ധിക്കുകയാണ്. ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തത് സൗദിയിൽ തന്നെയാണ്. ഗൾഫ് രാഷ്ട്രങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ രോഗികളും ഉള്ളത്. ലഭ്യമാകുന്ന കണക്കനുസരിച്ച് സൗദിയിൽ പുതുതായി 3034 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ രോഗബാധിതരുടെ ആകെ എണ്ണം 1 ലക്ഷം കവിഞ്ഞു. 1 ലക്ഷത്തിൽ പരം പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 24 മണിക്കൂറിനിടെ 36 പേർ കൂടി മരിച്ചതോടെ ആകെ മരണസംഖ്യ 712 ഉയരുകയുണ്ടായി. എന്നാൽ ഇന്ന് 1026 പേർക്ക് കൂടി രോഗം മാറിയിട്ടുണ്ട്. ഇതോടെ ആകെ അസുഖം മാറിയവരുടെ എണ്ണം 72,817 ഉയരുകയുണ്ടായി. 1564 പേർ ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ്. ലഭ്യമാകുന്ന വിവരമനുസരിച്ച് റിയാദിലാണ് കൂടുതൽ പേർ ഗുരുതരാവസ്ഥയിലുള്ളത്. എന്നാൽ ഇവിടെ തന്നെയാണ് ഏറ്റവും കൂടുതൽ പേർ രോഗമുക്തി നേടുന്നതും. അതിവേഗത്തിൽ ആളുകൾ രോഗമുക്തി നേടുന്നു എന്നതാണ് സൗദിയുടെ പ്രധാന നേട്ടം. കുവൈറ്റിൽ 24 മണിക്കൂറിനുള്ളിൽ 2999 പേരെയാണ് കോവിഡ് ടെസ്റ്റിന് വിധേയമാക്കിയത്. ഇതിൽ 662 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. 1037 പേർക്ക് രോഗം ഭേദമായിട്ടുമുണ്ട്. ഇതോടെ രോഗബാധിതരുടെ ആകെ എണ്ണം 32,510 രോഗമുക്തി നേടിയവരുടെ എണ്ണം 21,242 ഉയർന്നു. ഇതോടെ കുവൈറ്റിൽ കോവിഡ് സ്ഥിരീകരിച്ച ഇന്ത്യക്കാരുടെ എണ്ണം 10,000 അടുക്കുന്നു. 24 മണിക്കൂറിനിടെ 5 പേരാണ് കുവൈറ്റിൽ കോവിഡ് ബാധിച്ചു മരിച്ചത്. ഇതോടെ രാജ്യത്ത് കോവിഡ് മൂലം മരിച്ചവരുടെ എണ്ണം 269 ഉയർന്നു. നിലവിൽ 10,999 പേരാണ് ചികിത്സയിലുള്ളത്. ഇതിൽ 166 പേർക്ക് മാത്രമാണ് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ളത്. രാജ്യത്ത് ഇതുവരെ 3,18,284 കോവിഡ് ടെസ്റ്റുകൾ നടത്തിയതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ അതിനെതിരെ പോരാടുന്നതിൽ ലോകത്തിൽ തന്നെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു ഗൾഫ് രാഷ്ട്രമാണ് UAE. അതോടൊപ്പം തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കോവിഡ് പരിശോധനാ സംവിധാനങ്ങൾ നടപ്പാക്കുന്ന UAEയിൽ ഇതുവരെ നടത്തിയത് 25 ലക്ഷത്തിലേറെ പരിശോധനകൾ എന്ന കണക്കുകൾ ഏവരെയും അമ്പരപ്പിക്കുന്നതാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ നടത്തിയത് 52,996 കോവിഡ് പരിശോധനകളാണ് എന്നാണ് ലഭ്യമാക്കുന്ന വിവരം. എന്നാൽ UAEയിൽ മൊത്തം രോഗബാധിതരുടെ എണ്ണം 38,000 കടന്നു എന്നത് സൗദിയെ മുൻനിർത്തി നോക്കുമ്പോൾ കുറവാണ് രേഖപ്പെടുത്തുന്നത്. രോഗമുക്തരുടെ എണ്ണത്തിലും വർധനവാണ് ഏറെ ആശ്വാസം നൽകുന്ന വാർത്ത. ഇതിനോടകം തന്നെ 21,806 പേരാണ് ഇതുവരെ രോഗമുക്തി നേടി ആശുപത്രി വിട്ടത്. ആഗോള ശരാശരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ UAEയിൽ രോഗമുക്തി നേടിയവരുടെ എണ്ണത്തിൽ 55% വർധനമാണ് രേഖപ്പെടുത്തുന്നത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ അനശ്വരമായ പ്രവർത്തനം കാഴ്ചവെച്ച ഇന്ത്യൻ ഡോക്ടർ UAEയിൽ കോവിഡ് ബാധിച്ച് മരിച്ചു. നാഗ്പൂർ സ്വദേശിയായ ഡോക്ടർ സുധീർ രാംഭു വാഷിംകർ ആണ് അൽ ഐനിൽ മരിച്ചത്. 61 വയസ്സാണ് ഇദ്ദേഹത്തിന്. ബുർജിൽ റോയൽ ഹോസ്പിറ്റലിലെ ഡോക്ടറായിരുന്നു ഇദ്ദേഹം. അതോടൊപ്പം തന്നെ കോവിഡ് വ്യാപനത്തിന്റെ ആദ്യഘട്ടം മുതൽ ബുർജിൽ റോയൽ ഹോസ്പിറ്റലിൽ എത്തുന്ന രോഗികളെ ചികിത്സിക്കുന്നതിൽ മുൻനിരയിലായിരുന്നു ഇദ്ദേഹം പ്രവർത്തിച്ചു പോന്നിരുന്നത്. ഇദ്ദേഹത്തിന് മെയ് 9 കോവിഡ് പോസിറ്റീവായതെന്നാണ് ലഭ്യമാക്കുന്ന വിവരം. 2 ദിവസങ്ങൾക്ക് ശേഷം ഡോക്ടറെ അൽ ഐൻ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരുന്നു. തുടർന്ന് മരണം സംഭവിച്ചത് ഞായറാഴ്ചയാണ് സ്ഥിരീകരിച്ചത്. അതേസമയം DPS ഗ്രൂപ്പിലെ വിദഗ്ധ ഡോക്ടർമാരിൽ ഒരാൾ കൂടിയായിരുന്നു ഇദ്ദേഹം. മൃതദേഹം അൽ ഐനിൽ സംസ്കരിക്കുകയുണ്ടായി. ഇദ്ദേഹത്തിന് ഭാര്യയും 2 ആൺമക്കളുമുണ്ട്. ഗർഭിണികളായ അനേകം യുവതികൾ നാട്ടിലെത്തിയപ്പോൾ അതിന് കാരണമായ ആതിര എന്ന യുവതിയുടെ വാർത്തകൾ നാം കേട്ടിരുന്നതാണ്. എന്നാൽ കൊറോണ വ്യാപിക്കുന്ന ആദ്യ നാൾ മുതൽ പ്രവാസികളായ ഗർഭിണികളെ നാട്ടിലെത്തിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ച ജനശ്രദ്ധ നേടിയ ആതിരയുടെ ഭർത്താവ് നിതിൻ ചന്ദ്രൻ ദുബായിൽ മരിച്ചുവെന്ന വാർത്ത ഏറെ നൊമ്പരത്തോടെയാണ് ഏവരും അറിഞ്ഞത്. ഹൃദയാഘാതമായിരുന്നു കാരണം. കോവിഡ് ഭീതി കാലത്തെ പ്രവാസികളുടെ മടങ്ങിവരവിന് വഴിയൊരുക്കിയവരിൽ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു നിതിൻ. മെയ് 8 ആതിര നാട്ടിലെത്തിയത്. ആതിര ഉൾപ്പെടെ നിരവധി പേരുടെ യാത്രയും ലോക്ക്ഡൌൺ മൂലം അനിശ്ചിതത്വത്തിലായിരുന്നു. യാത്ര അനിശ്ചിതത്വത്തിലായ 100 കണക്കിന് ആളുകളുടെ പ്രതിനിധിയായി ദുബായിലെ ഇൻകാസ് യൂത്ത് വിങ്ങിന്റെ സഹായത്തോടെ ഇവർ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. മലയാളി സിനിമാ നിർമ്മാതാവ് റാസൽ കൈമയിൽ കോവിഡ് ബാധിച്ച് മരിച്ചു. ആലുവ ശങ്കരൻകുഴി വീട്ടിൽ ഹസൻ അലിയാണ് മരിച്ചത്. 50 വയസ്സാണ്. ബിസിനസ് ആവശ്യത്തിനായി സന്ദർശക വിസയിൽ UAEയിൽ എത്തിയതായിരുന്നു ഇദ്ദേഹം. ചലച്ചിത്ര നിർമ്മാതാവും നടനുമാണ്. ദുബായ്ക്കാരൻ എന്ന സിനിമ നിർമ്മിച്ച് വേഷമിട്ടിരുന്നു. റാസൽ കൈമ സൈഫ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവെയായിരുന്നു മരണം.
3 മാസ വിസ കാലാവധിയെങ്കിലും ഉള്ളവരെ മാത്രമേ വിദേശത്തേക്ക് മടങ്ങാൻ അനുവദിക്കൂ എന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുതിയ നിർദ്ദേശത്തിൽ ആശങ്ക വേണ്ടെന്ന് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ്. ഒരു ദിവസം മാത്രം താമസ വിസ കാലാവധി ഉള്ളവർക്കും UAE മടങ്ങാൻ കഴിയുമെന്ന് കോൺസൽ ജനറൽ വിപുൽ വ്യക്തമാക്കി. വിദേശ രാജ്യത്തേക്ക് മടങ്ങാൻ 3 മാസ കാലാവധി നിർബന്ധമാക്കിയ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുതിയ നിർദ്ദേശത്തിൽ ആശങ്കയും പ്രതിഷേധവും ശക്തമായ സാഹചര്യത്തിലാണ് ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലിന്റെ വിശദീകരണം എത്തുന്നത്. ചരക്ക് സേവന വിതരണക്കാർക്ക് പിന്തുണ നൽകാൻ 1.5 കോടി ദിർഹം നീക്കിവെച്ച് UAE ഏറ്റവും വലിയ കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്ഥാപനമായ യൂണിയൻ വിതരണക്കാർക്കായി 14,68,200 ദിർഹത്തിന്റെ ബജറ്റിനാണ് യൂണിയൻ കോർപ്പറേഷൻ അനുമതി നൽകിയത്. കോർപ്പറേറ്റ് സാമൂഹിക പ്രബുദ്ധതയുടെയും ദുബായ് എമിറേറ്റിലെയും രാജ്യത്ത് ആകമാനമുള്ള സാമ്പത്തിക മേഖലയെ ത്വരിതപ്പെടുത്തുന്നതിന്റെയും ഭാഗമായാണ് യൂണിയൻ കോർപ്പറേഷൻ വിവിധ ശാഖകളിലെ വിതരണക്കാർക്ക് പിന്തുണയുമായി പുതിയ തീരുമാനം എടുത്തിരിക്കുന്നത്. COVID-19 ശേഷം വിമാനയാത്രാ നിരക്കുകളിൽ വലിയ വർധനവുണ്ടാകുമെന്ന് ഖത്തർ എയർവേസ് CEO അക്ബർ അൽബേക്കർ പറഞ്ഞു. COVID-19 വ്യോമ വ്യവസായത്തെ മുഴുവനായും മാറ്റിമറിച്ചു. കോവിഡ് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ടിക്കറ്റ് തുക നൽകി ജനങ്ങൾക്ക് കോവിഡ് കാലത്ത് ശേഷം യാത്ര ചെയ്യേണ്ടി വരും. 2008 ആഗോള സാമ്പത്തിക മാന്ദ്യത്തെ തുടർന്ന് ഒട്ടുമിക്ക കമ്പനി എക്സിക്യൂട്ടീവുകളും ഫസ്റ്റ് ക്ലാസ് വിഭാഗത്തിലുള്ള യാത്ര നിർത്തലാക്കിയിരുന്നു. കോവിഡിനെ തുടർന്ന് വീഡിയോ കോൺഫറൻസ്, ഗ്രൂപ്പ് കോൾ എന്നിവയിലൂടെയുള്ള വെർച്വൽ യോഗങ്ങളിലേക്ക് ബിസിനസ് ലോകം പ്രവേശിച്ചതിനാൽ വ്യോമമേഖലയുടെ പ്രധാന ഉപജീവന മാർഗമായ ബിസിനസ് യാത്രകൾ കുറഞ്ഞു തുടങ്ങിയെന്നും അൽ ജസീറ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അൽബേക്കർ ചൂണ്ടിക്കാട്ടി. മലയാളിയെ സൗദി അറേബ്യയിൽ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. ആലപ്പുഴ ചാരമൂട് സ്വദേശി കണ്ണിലേത്ത് വീട്ടിൽ ദിലീപ് കുമാറിനെയാണ് റിയാദ് മലസിലെ റബുവ റോഡിലുള്ള താമസ സ്ഥലത്ത് കസേരയിൽ ഇരുന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രായം 48. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് വിവരം. നിയമ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം ഷുമൈസി മോർച്ചറിയിലേക്ക് കൊണ്ടുപോയി. കുവൈറ്റിൽ വേനൽ കനത്തു തുടങ്ങിയതോടെ തീപിടുത്തത്തിനെതിരെ ജാഗ്രത പാലിക്കാൻ മുന്നറിയിപ്പുമായി അധികൃതർ. കടുത്ത ചൂട് രാജ്യം വെന്തുരുകുമ്പോൾ കെട്ടിടങ്ങൾക്ക് തീപിടുത്തമുണ്ടാകുന്ന അപകടങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. വേനൽക്കാലത്ത് തീപിടുത്തങ്ങൾ പെരുകുന്ന പതിവ് തന്നെയാണ് ഇത്തവണയും തുടരുന്നത്. ഉയർന്ന അന്തരീക്ഷ ഊഷ്മാവും ചൂടുകാറ്റ് വീശുന്നതും കാരണം തീ ആളിപ്പടരുന്നത് നിയന്ത്രണ വിധേയമാക്കുക പ്രയാസകരമാണ്. കൊടുംചൂടിൽ തീപിടുത്ത സാധ്യത കൂടുതലായതിനാൽ തടയാൻ സജ്ജീകരണങ്ങൾ ഉറപ്പാക്കണമെന്ന് അഗ്നിശമന സേനയുടെ മുന്നറിയിപ്പുണ്ട്. എളുപ്പത്തിൽ തീപിടിക്കാനിടയുള്ള വസ്തുക്കൾ സുരക്ഷാ സംവിധാനങ്ങളോടെയാണോ സൂക്ഷിക്കുന്നത് എന്ന് ഉറപ്പാക്കണമെന്നും നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.